അപ്പോൾ നമ്മൾ നാട്ടിൽ പോകാം കേട്ടോ. ഇപ്പോൾ ഒരു 5:30 ആയിട്ടുണ്ട്. 5:30 ആയപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. രാവിലെ മെട്രോ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഊബർ വിളിച്ചിട്ടാട്ടോ നമ്മൾ സ്റ്റേഷനിൽ പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഫുഡ് കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ വണ്ടി വന്നു കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ ട്രെയിന്. എപ്പോഴും രാവിലെ പോകുമ്പോൾ നമുക്ക് സീറ്റ് കിട്ടാറുണ്ട്. ഇപ്രാവശ്യം ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയില്ല കേട്ടോ. കുറേ കഴിഞ്ഞ് തൃശ്ശൂരൊക്കെ കഴിഞ്ഞിട്ടാണ് ഒന്ന് സീറ്റ് കിട്ടിയത് കേട്ടോ. എനിക്ക് മാത്രമേ സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ തൃശ്ശൂർ കഴിഞ്ഞിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല വിശപ്പുണ്ടായിരുന്നു. കാരണം എന്താ പറയുക, രാവിലെ പോകുന്നതല്ലേ. എനിക്കാണെങ്കിൽ രാവിലെ കഴിച്ചില്ലെങ്കിൽ പിന്നെ ഛർദ്ദിക്കാനൊക്കെ വരും. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ ഭാരതപ്പുഴ ഷൊർണൂർ എത്താനായി. ഇത് കഴിഞ്ഞാൽ ഷൊർണൂരല്ലേ ആണ്. അപ്പോൾ നമ്മൾ ഭാരതപ്പുഴ നല്ല രസമല്ലേ കാണാൻ. ഞാൻ എപ്പോഴും ഇങ്ങനെ പോകുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് ഇതൊന്ന് വീഡിയോ എടുത്തിടണം. പക്ഷെ എനിക്ക് പറ്റാറില്ല. എപ്പോഴാണൊന്ന് നല്ലപോലെ എടുക്കാൻ. എനിക്ക് സംഭവം എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊന്നും അറിയില്ല. അതുകൊണ്ടാണല്ലോ പ്രശ്നം. അല്ലെങ്കിൽ കണ്ടല്ലോ, ഇവിടെ എപ്പോഴും ഒരു പണിയായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളിവിടെ എന്തിൻ്റെ പണിയെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ എറണാകുളം കൊച്ചിയിൽ വന്നേ മുതൽ ഈ പണി കാണാൻ തുടങ്ങിയതാണ്. ഇതുവരെയായിട്ട് ഇത് തീർന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഷൊർണൂർ ഏകദേശം എത്താനായിട്ടുണ്ട് കേട്ടോ. നല്ല രസമല്ലേ ഇതിങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. ഞാനിത് കണ്ടപ്പോൾ പെട്ടെന്ന് എടുത്ത ഒരാവശ്യമില്ല, എന്നാലും ഞാനിത് എടുത്ത് വെച്ചതാണ് കേട്ടോ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ട്രെയിൻ അവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. നമ്മൾ ഷൊർണൂർ എത്തിയിട്ടോ. അപ്പോൾ അത് വോയിസ് ഓവർ കൊടുക്കുന്ന ഹോസ്പിറ്റലിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ അല്ലറ ചില്ലറ കച്ചറ സൗണ്ടുകളൊക്കെ കേൾക്കും. അതൊക്കെ ഒന്ന് വിട്ടുകളെ കേട്ടോ. പിന്നെ ഞാൻ സ്റ്റേഷനിലെത്തി അവിടെ നിന്ന് ഓട്ടോ വിളിച്ചിട്ട് ബസ് സ്റ്റാൻഡിൽ പോയി ബസ്സിൽ കയറി ഇരുന്നിട്ടോ. എനിക്ക് കുറേ നേരം ബസ്സിലിരുന്നപ്പോൾ ഞാൻ ഛർദ്ദിക്കാൻ വരും കേട്ടോ. പിന്നെ ഞാൻ നാട്ടിലെത്തി. അവിടെ നിന്ന് ഓട്ടോ വിളിച്ചിട്ട് വേണം വീട്ടിലേക്ക് പോകാൻ വേണ്ടി. അപ്പോൾ ഞാൻ ഓട്ടോ കോലം കണ്ടില്ലേ, ചർത്ത് പണ്ടാരടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ അങ്ങനെ വീട്ടിലെത്തി ഫൈനലി. അപ്പം അരിമണി മുല്ലക്കുട്ടിയൊക്കെ ഇവിടെ ഇങ്ങനെ സെറ്റായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഓട്ടൻ്റെ സൗണ്ട് കേട്ടപ്പോൾ തന്നെ ഓടി വന്നു. അമ്മ വെള്ളം കൊണ്ടുവന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വെള്ളമല്ല വേണ്ടത്, ചോറാണ് വേണ്ടത്. അപ്പോൾ ചോറിന് ഇതെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ചോറും ഇന്നലത്തെ മുരിങ്ങാക്കറിയും മീൻ പൊരിച്ചതും പിന്നെ അരിമുളക് കേട്ടോ. ഇതാണ് ഉണ്ടായിരുന്നു. എനിക്ക് എന്ത് കൂട്ടാനായാലും വേണ്ട. വീട്ടിൽ വന്നാൽ ഞാൻ നല്ലപോലെ അതെന്താണ് ഇതൊക്കെ ഇന്നലത്തെ കേട്ടോ. എന്നാലും ഞാൻ ആസ്വദിച്ച് കഴിക്കും. അമ്മ ഉണ്ടാക്കിയത് എന്തും ഞാൻ കഴിക്കും നല്ലപോലെ സൂപ്പറായിട്ട്. അരിമുളകൊക്കെ എന്തൊരു എരിയതെന്നറിയാം. പിന്നെ ഇത് കുട്ടീൻ്റെ മീനായിരുന്നു കേട്ടോ, മുളകിടാതെ പൊരിച്ചത്. ഒന്നുമില്ലാതെ തിന്നണ്ട പറഞ്ഞിട്ട് 50 തന്നതാണ് കേട്ടോ. ഒരു കഷ്ണം അവിടെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അല്ലെങ്കിൽ അവൻ അവിടെ യുദ്ധം ചെയ്തേനെ. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചിട്ട് ഒറ്റ ഉറക്കട്ടോ. അത് കഴിഞ്ഞ് ഉറങ്ങി നിൽച്ചപ്പോൾ അമ്മ പറഞ്ഞു കുറച്ച് കുരുമുളകുണ്ട് പറിക്കാനും, അതൊക്കെ ഒന്ന് പറിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അമ്മ കോണി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറിച്ചു കൊടുക്കുക കേട്ടോ. കുറച്ച് കുരുമുളകേ ഉണ്ടായിട്ടുള്ളൂ. വെയിൽ കുറച്ച് ആറിയിട്ട് എടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അത്രയും ക്ഷീണം ഉണ്ടായിട്ടുണ്ടായിരുന്നു. വന്നതിൻ്റെ യാത്രാക്ഷീണം നല്ല പോലെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിനിടയിൽ കുറേ സൗണ്ടൊക്കെ കേൾക്കും കേട്ടോ. അതൊക്കെ നമുക്ക് ആലോചിക്കണം. കാരണം രോഗികളുണ്ട് അപ്പുറത്തൊക്കെ. പിന്നെ എനിക്ക് എന്താ പറയുക, റെക്കോർഡ് ചെയ്യാതെ വേറെ വഴിയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ കുരുമുളക് പറിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നാരങ്ങ കൂടിയും പറിക്കാനുണ്ടോ. അതും കൂടി കഴിഞ്ഞ് കുളിച്ച് ഫ്രഷായിട്ട് കുറച്ച് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ടായിരുന്നു കേട്ടോ. അത് വാങ്ങിച്ച് പിന്നെ അമ്മയ്ക്ക് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു. കണ്ണാടി ഉണ്ടപ്പോൾ ഞാനും മുല്ലക്കുട്ടി അവിടെ നിന്ന് അമ്മ പിന്നെ ഡ്രസ്സൊക്കെ നോക്കി ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ എടുത്തു കേട്ടോ. ഞാൻ വന്നാലാണ് അമ്മയ്ക്ക് ഡ്രസ്സും കാര്യങ്ങളും വീട്ടിലേക്കുള്ള ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കാറുള്ളത്. അപ്പോൾ അന്നത്തെ പോലെ ഇന്നും അതൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കണം. പിന്നെ നമുക്ക് നാളെ ഒരു സ്ഥലം വരെ പോകാണ്ട്. അപ്പോൾ എല്ലാം ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ ഒരു ദിവസം പോലെ റെസ്റ്റ് എടുക്കാതെ എല്ലാം നേരെയാക്കി കൊടുക്കണം. ഈ അമ്മയ്ക്കിത് നല്ല ഇഷ്ടമായിട്ടോ. ഇതാണ് ഈ മിക്സിലാണ് ഇതന്നെ എടുത്തിട്ടുണ്ടായിരുന്നത്. വേറെ കുറേ നോക്കുകയൊക്കെ ചെയ്തു, പക്ഷേ അത്ര അങ്ങോട്ട് പറ്റിയില്ല അമ്മക്ക് കേട്ടോ. അമ്മയ്ക്ക് എപ്പോഴും പഴയ അങ്ങനത്തെ മോഡലാണ് ഇഷ്ടം. പിന്നെ ഏതാണ് ആ കയ്യിൽ വെച്ചതാണോ അയാൾ എടുത്തുകൊണ്ടാണ് അതാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അമ്മ പിന്നെ വേറെ എന്തൊക്കെയാണ് ഞാൻ ടോപ്പൊക്കെ നോക്കി, പക്ഷേ എനിക്ക് ഒന്നും ഇഷ്ടമായില്ല. ഒരുമാതിരി രസം ഉണ്ടായിരുന്നില്ല. കളക്ഷൻ കുറവായിരുന്നു. ഞാൻ നാൾ വന്നപ്പോൾ നോക്കിയപ്പോൾ അതേ ഡ്രസ്സ് എനിക്ക് ഇപ്പോഴും കാണിച്ചത് അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ വേണ്ട വെച്ചിട്ടോ. പിന്നെ ഞാൻ ഫുഡൊന്നും കഴിച്ചില്ല. എനിക്ക് അത്ര ക്ഷീണമുള്ളതുകൊണ്ട് ഞാൻ വെറുതെ ഇങ്ങനെ കിടന്നിട്ടോ. അങ്ങനെ കിടന്ന് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. ക്ഷീണം അത്രയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു നാട്ടിലേക്ക് വന്ന വ്ളോഗ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ പുതിയതായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. ടാറ്റാ.